ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കൊറിയൻ സ്റ്റൈലിൽ ഒരു മാഗി നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന ആ മാഗി നൂഡിൽസിൻ്റെ സ്റ്റൈൽ നമുക്കൊന്നൊന്ന് മാറ്റി പിടിച്ചാലോ. നല്ല സൂപ്പർ യമ്മി ആയിട്ടുള്ള, എന്നാൽ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതെടുത്ത് പറയുക തന്നെ വേണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാഗി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് മാഗി ഒരു ബ്രാൻഡാണ്. അപ്പോൾ മാഗി അല്ലാതെ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് 70 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഏറ്റവും ചെറിയ പാക്കറ്റാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു സോസ് പാനിനകത്ത് 250 ml വെള്ളം ഒഴിക്കുക. ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇത് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊട്ടിക്കണം എന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. ഇവർ ഈ പാക്കറ്റിനകത്ത് 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു 4-5 മിനിറ്റൊക്കെ കുക്ക് ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് കൊണ്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതാവുന്നൊന്നും. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കിയേ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ നൂഡിൽസ് മാത്രം സ്പൂൺ വെച്ച് ഒന്ന് എടുത്ത് മാറ്റിയാലും മതി. ഇനി ഇത് നല്ല ടേസ്റ്റി ആക്കി നല്ല അടിപൊളിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതായത് 3 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. ചെറിയ അല്ലിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ വൈറ്റ് സിസം സീഡ്സ് ആഡ് ചെയ്യാം. അതായത് വെള്ള എള്ള്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഷെസ്വാൻ സോസ് ആഡ് ചെയ്യാം. ഈ ഷെസ്വാൻ സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ ഹോട്ട് സോസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മാഗി മസാല, ആ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന ആ മാഗി മസാല നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. അപ്പോൾ ഇത്രയും ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. അതായത് മെൽറ്റഡ് ബട്ടറാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഇതിലേക്ക് ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൂട്ടാണ്, ഈ ഒരു സോസാണ് നമ്മുടെ ഈ ഒരു നൂഡിൽസിൻ്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ സോസ് ഇവിടെ റെഡിയാണ്. നമ്മൾ നൂഡിൽസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മിക്സ് ചെയ്യേ വേണ്ടുള്ളൂ. കുറച്ച് ചില്ലി ഫ്ലേക്സും സെസമി സീഡ്സും ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മുടെ യമ്മി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതുപോലെ നൂഡിൽസ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു ക്ലീഷയൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ കാണുന്ന പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.